ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ പ്രണയിച്ചുണ്ടോ. പ്രണയിച്ചുണ്ട് ഒറ്റൊരു പെൺകൊച്ചിനെ, വലിയൊരു മുഞ്ചുള്ള പെണ്ണൊന്നല്ല, ഒരു ഇളം നിറമായിട്ടുള്ള ഒരു പെണ്ണ്. പക്ഷെ എന്റെ മനസ്സിനകത്ത് വല്ലാത്ത മുഞ്ചായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ സമയത്ത് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു മഴ വരുന്ന സമയത്താണ് ആ മഴവെള്ളത്തിലൂടെ ഇങ്ങനെ മുഖം കഴിക്കൊണ്ടുള്ള ഒരു പെണ്ണുകൊച്ചായിരുന്നു. അത് ഒരുപാട് എന്റെ മനസ്സ് സ്നേഹിച്ചു. ഒരുപാട് 2 വർഷക്കാലം 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒരുപാട് പ്രേമലേഖനം എഴുതി. പക്ഷെ ഒറ്റ പ്രേമലേഖനം കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് പോകുന്ന സമയത്ത് ഞാൻ 10ാം ക്ലാസ് അവസാന നിമിഷത്തിൽ പറയാന്നിങ്ങനെ പോയി, പറയാൻ പറ്റിയില്ല. ഒരുപാട് പ്രേമലേഖനം എഴുതി. ആ പിന്നെ ഓട്ടോറിക്ഷയിലാണ് പോയിക്കൊണ്ടായത്. ഓട്ടോറിക്ഷന്റെ അടുത്ത് പോയി കയ്യും കാര്യങ്ങളും പിറക്കും. അങ്ങനെയായി എനിക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് അവളെ വീട്ടിന്റെ അടുത്ത് പോയി നിൽക്കുന്നല്ലാതെ എനിക്ക് ഒരിക്കലും പറയാനൊരു ധൈര്യം വന്നില്ല. പക്ഷെ പറഞ്ഞു 15 വർഷത്തിന് ശേഷം നിന്നെ പ്രണയിച്ചുണ്ടായിരുന്നു. ആ പെൺകൊച്ചിക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് വൺ സൈഡ് പ്രണയിച്ചിട്ട് മനസ്സിന്റെ അകത്ത് വെച്ച് ഒന്നും പറയാൻ ധൈര്യമില്ലാതെ, പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും വിചാരിക്കുമോ, എന്നെ വെറുക്കോ എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട്. ചെറുപ്പക്കാലത്ത് ഞാൻ പറയാം, പ്രണയിക്കണം, പക്ഷെ ധൈര്യം കാണിക്കണം, പറയണം. പറഞ്ഞാൽ എനിക്ക് ഇന്ന് തോന്നുന്നുണ്ട് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതോടെ ഞാൻ മിണ്ടാണ്ടിരുന്നെ. അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കായി. ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അവസാന നിമിഷത്തിൽ ആ പെങ്കൊച്ചൊരു വാക്ക് ചോദിച്ചു. 15 വർഷം കഴിഞ്ഞ ശേഷം ഒരു വാക്ക് ചോദിച്ചു. ആ സമയത്ത് നിനക്കൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആ സമയത്ത് പറഞ്ഞെന്ന് പറയും, എനിക്കായിരിക്കുള്ള ധൈര്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വൺ സൈഡ് പ്രണയിച്ച് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യത്തിനോട് ഒന്ന് പറയണം എന്നെ പ്രണയിക്കുന്നുണ്ടോ. ആ സമയത്ത് ഉത്തരം എന്തോ ആയിക്കോട്ടെ, 2 ദിവസം വേദന ഉണ്ടാവും, 3ാമത്തെ ദിവസം എല്ലാം മറക്കും. അവർക്കില്ലാത്ത സ്നേഹം നമുക്ക് എതിനാണ്. പക്ഷെ പറയാതെ പോയിട്ട് ഒരുപാട് വർഷം കഴിഞ്ഞ പിന്നെ ആ സ്ത്രീ പെങ്കൊച്ചു ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രണയിക്കാത്തത്, പറയാത്തതെന്ന്. ആ സമയത്ത് നമുക്കൊരു ഉത്തരവില്ലായിരിക്കും. വീണ്ടും നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് പ്രണയിക്കണം. പ്രണയിച്ചാൽ നെക്സ്റ്റ് ഡേ ആ പെങ്കൊച്ചു എന്തോ ആയിക്കോട്ടെ, ചിലപ്പോ സ്കൂളിൽ നിന്ന് പുറത്തായി പോകും, ചിലപ്പോൾ പേരൻസ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവും. അത് 2-3 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജീവിതകാലം മൊത്തം വേദന അനുഭവിക്കുന്ന ആ ഒരു പരിപാടി അഴുകി നിൽക്കരുത്. പ്രണയിക്കുന്നവർക്കൊരു ഉപകാരമാകട്ടെ. പ്രണയം പറയാൻ മടിക്കരുത്. നന്ദി, നമസ്കാരം.